രാഷ്ട്രീയത്തിൽ CPM-നെയും ഇടതുപക്ഷ രാഷ്ട്രീയത്തെയും ആക്ഷേപിക്കുന്നതിന് വേണ്ടി, അതല്ലെങ്കിൽ നേതാക്കന്മാരുടെ അവരുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടി ആസൂത്രിതമായി പരിശ്രമിക്കുന്ന ഒരാളുണ്ടല്ലോ, അയാളുടെ പേരാണ് ദല്ലാൾ നന്ദകുമാർ. മനസ്സിലായോ? ആ ദല്ലാൾ നന്ദകുമാറാണ് എന്നോട് ഈ വാർത്താ സമ്മേളനത്തിന് ശേഷം നിങ്ങൾ ഏഷ്യാനെറ്റിൻ്റെ ആളുകൾക്ക് ഒരു ബൈറ്റ് കൊടുക്കണം ഇതിനെ പറ്റിയിട്ട്. ഇത് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ ഞാൻ കൃത്യമായി നിലപാട് പറഞ്ഞതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റ് എന്ന് വിളിക്കുന്നു. ഞാൻ ചോദിക്കുന്നത്, ഏഷ്യാനെറ്റും ദല്ലാൾ നന്ദകുമാറുമായിട്ട് എന്താ ബന്ധം? അതിൻ്റെ ഈ ലേഖകന്മാരുടെ മേലെ നിൽക്കുന്ന എഡിറ്റോറിയൽ ബോർഡിൽ അംഗമാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ എല്ലാ തീരുമാനങ്ങളെയും താറടിച്ച് കാണിക്കുക, CPM-ൻ്റെ നേതാക്കന്മാരെ താറടിച്ച് കാണിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ വരുന്നത്. ഞാനന്ന് പാലക്കാട് വെച്ച് പറഞ്ഞത്, കേന്ദ്ര ഗവൺമെൻറ് അയച്ചു വന്നിട്ടുള്ള 3 പേരുകൾ, ആ 3 പേരുകളിൽ ഒരാളെ മെറിറ്റ് അനുസരിച്ച് ഗവൺമെൻറ് തീരുമാനിച്ചിരിക്കുന്നു. അപ്പോൾ അവർ ചോദിച്ചതാണ്, മാധ്യമ സുഹൃത്തുക്കൾ തന്നെ ചോദിച്ചതാണ്, നിങ്ങൾക്കത് കാണാം, ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്. അപ്പോൾ മാധ്യമ സുഹൃത്തുക്കൾ ഏതായ മാധ്യമം, അതും അതിൽ നിന്ന് വ്യക്തമാണ്. ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടിൽ നിന്ന് ഏതോ ഒരു കേന്ദ്രത്തിൽ നിന്ന് എന്നോട് ചോദിക്കേണ്ട ചോദ്യങ്ങളൊക്കെ അവർ സ്വീകരിക്കുന്നു. ആ ചോദ്യങ്ങൾ അവർ കേൾക്കുന്നു, അതിനെ അടിസ്ഥാനപ്പെടുത്തി എന്നോട് ചോദിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ദുർവ്യാഖ്യാനത്തിനുള്ള ശ്രമം നടത്തുന്നത് എന്ന് വ്യക്തമാണല്ലോ. അപ്പോൾ ഒരു മാധ്യമ സിൻഡിക്കേറ്റാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ ആ മന്ത്രിസഭാ തീരുമാനത്തെയോ CPM-മായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒരു വ്യതിചലനവും എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. താങ്കളൊന്ന് പറഞ്ഞത് ഈ ഇക്കാര്യത്തിൽ സർദാർ ചന്ദ്രശേഖരൻ DG-ആക്കിയ കാര്യത്തിൽ വിശദീകരിക്കേണ്ടത് സർക്കാരാണ്, ഞാനല്ല, പാർട്ടിയല്ല എന്നാണ്. ആ നിലപാട് തന്നെയാണ് ഇപ്പോൾ. അതായത് വിശദീകരിക്കേണ്ടത് സർക്കാരാണ്. അല്ല, സർക്കാരിൻ്റെ തീരുമാനത്തെപ്പറ്റി അഭിപ്രായം പറയേണ്ടത് സ്വാഭാവികമായിട്ടും സർക്കാരാണ്. മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു പാർട്ടി എന്ന നിലയ്ക്ക് അഭിപ്രായം പറയേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടിയല്ലല്ലോ ഗവൺമെൻറ്റിനോട് ഇത് നിർദ്ദേശിക്കേണ്ടത്. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള 3 പേരുകളിൽ ഒരാളെ മെറിറ്റ് അടിസ്ഥാനത്തിൽ തീരുമാനിച്ചു. അതിനെതിരായിട്ട് ഒരഭിപ്രായവും ഞാൻ പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾ ആ ഫേസ്ബുക്ക് നോക്കിയാൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും. സ്വാഭാവികമായും CPM നേതൃത്വം നൽകുന്ന ഒരു സർക്കാർ എല്ലാ കാലത്തും പാർട്ടിക്ക് സർക്കാരിൽ ഒരു നിയന്ത്രണം എല്ലാ വിഷയത്തിലും എല്ലാ നിലപാടുകളിലും എപ്പോഴും ഉണ്ടാവാറുണ്ട്. സ്വാഭാവികമായും പാർട്ടിക്ക് അക്കാര്യത്തിൽ അഭിപ്രായം പറയാറുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ പാർട്ടിയുടെ അഭിപ്രായം ആണ് അന്ന് താങ്കളോട് ചോദിച്ചത്. അല്ല, അതാ ഞാൻ പറഞ്ഞല്ലോ. അതായത് ഈ കൂത്തുപറമ്പ് വെടിവെപ്പുമായിട്ടുള്ള ബന്ധം കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ അതിനെല്ലാം ഞാൻ കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതേസമയം നിങ്ങളെപ്പോലെയുള്ള വലതുപക്ഷ മാധ്യമങ്ങൾ ഓരോ കാലത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടുകളെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ആസൂത്രിതമായി ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സെൽഭരണം. 57-ലെ EMS ഗവൺമെൻറ് കാലത്ത് സെൽഭരണം എന്ന നിലക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണത്തെ നിങ്ങൾ ആക്ഷേപിച്ചത്. ഇപ്പോൾ പറയുന്നത് DGP ആയിട്ട് ആരെ നിശ്ചയിക്കണം എന്നത് പാർട്ടി നിർദ്ദേശം കൊടുക്കണം എന്നാണ്. അങ്ങനെ നിർദ്ദേശം കൊടുക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. ഈ കൂത്തുപറമ്പ് വെടിവെപ്പ് കേസിൽ അന്നത്തെ ASP ആയിരുന്ന സർദാർ ചന്ദ്രശേഖരന് പങ്കുണ്ടെന്ന് താങ്കൾ ഇപ്പോഴും വിശ്വസിക്കുന്നു? അല്ല, അത് സംബന്ധിച്ച് ഇതിൻ്റെ വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. സുനിൽ ഐസക്ക് കൃത്യമായിട്ട് ആ വിഷ്വൽ കണ്ടതിന് ശേഷം പിന്നീട് പറയാം. നിങ്ങൾ ചോദിച്ചാൽ മതി. ആ വിഷ്വൽ പൂർണ്ണമായിട്ടുണ്ട്. ആര്? അല്ല, പാലക്കാട്ടെ വാർത്താ സമ്മേളനത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ഫേസ്ബുക്കിലെ വിഷ്വൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതെ, അത് സംബന്ധിച്ചൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അതായത് ഏഷ്യാനെറ്റ് മാത്രമല്ല, ഏറ്റവും റേറ്റിംഗിൽ മുൻപന്തിയിലെന്ന് പറയുന്ന വേറൊരു ചാനലുണ്ടോ, റിപ്പോർട്ടർ അല്ലേ? അപ്പോൾ വൈസ് ചെയർമാൻ എന്ന നിലക്ക് എനിക്ക് ഒരു പുതിയ വാഹനം വാങ്ങണം തീരുമാനിച്ചു. അതിലെ ചാനൽ കാരി
റിപ്പോർട്ടർ അല്ലേ, ആ റിപ്പോർട്ടർ പറഞ്ഞല്ലോ എന്നാ ബുള്ളറ്റ് പ്രൂഫ് കാറാന്ന്. ബുള്ളറ്റ് പ്രൂഫ് കാറാന്ന്. ഈ കഴിഞ്ഞ ദിവസം ആ റിപ്പോർട്ടർ ചാനലുകാരൻ വിധി കൽപ്പിക്കുന്നത് കേട്ടു, CPM-ൽ നിന്ന് ജയരാജൻ ഒറ്റപ്പെട്ടു. അങ്ങനെയാണ്, CPM-ൽ നിന്ന് ജയരാജൻ ഒറ്റപ്പെട്ടു. അപ്പോൾ അത് അവരുടെ സ്വപ്നം മാത്രമാണ്. ഞാനിപ്പോൾ CPM-ൻ്റെ പ്രവർത്തകനാണ്. CPM-ൻ്റെ എല്ലാ തീരുമാനങ്ങളെയും അംഗീകരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. വലതുപക്ഷ മാധ്യമങ്ങൾ പല നിലക്കും തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതൊന്നും ജയരാജൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്.